ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരത്തിൽ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ റോസ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. രണ്ടെണ്ണം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഗ്ലിറ്റർ ഷീറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു വളയെടുത്ത് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് പതിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ ഷേപ്പ് ശരിക്കും കറക്റ്റ് വരും. ബാക്കിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് പറ്റില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമൊക്കെ വള വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടായാലും ചെയ്യാം. വളം ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ കിട്ടും. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് 3 പീസാണ് വേണ്ടത്. ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് 3 പീസാണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ചെറുതായിട്ട് റൗണ്ട് എടുക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വളരെ ചെറുതായിട്ട് പോകും. അപ്പോൾ ഒരുവിധം വലിയ റൗണ്ട് എടുക്കുക. 3 പീസിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് അതുപോലെ കറക്റ്റായിട്ട് ആ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ, 2 ഫ്ലവറും ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമുക്ക് ഹെയർ ബാൻഡിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ബോ ചെയ്യാനായിട്ട് അതിലേക്കൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് അതുപോലെ ഒന്ന് വളച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സെൻറ്ററും വേണം. ഇതിനി ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സെൻറ്റർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ റൗണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു റൗണ്ട് വരെ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ ഒരു വരയെക്കൂടെ ആ സെൻറ്ററിൽ ആ റൗണ്ട് വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ അരികൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവർ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഷേപ്പിൽ വ്യത്യാസം വരാതെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വേണം ബാക്കി ഫ്ലവർ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഉരുക്കി കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അയൺ ബോക്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്ലെക്സിബിളായ കാരണം അതിനൊന്ന് നമുക്കത് ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്കതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയാം. ഇനി നമ്മളിത് അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക അതുപോലെ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അങ്ങനെ വളഞ്ഞ് കിട്ടും നമുക്ക്. ഇതിലേക്ക് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അയൺ ബോക്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്ലവറിന് നമ്മളിത് അതുപോലെ പെറ്റൽസ് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഒരു പെറ്റലിൻ്റെ മുകളിൽ പശ വെച്ചിട്ട് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ B7000 ഗ്ലൂ ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് ഒട്ടി കിട്ടാനായിട്ട്. ഫെവി ബോണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളറും പശയൊക്കെ പുറത്തേക്ക് ചാടി അങ്ങനെ നിൽക്കുകയാണ്. ഇതാവുമ്പോൾ ഒട്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഗ്ലൂ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ ഒരെണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി വെച്ചില്ല. ഇവിടെയാണെങ്കിൽ അന്വേഷിച്ചിട്ട് കിട്ടണമില്ല. ഇനി അത് ഓൺലൈനായിട്ട് വരുത്തണം. അപ്പോൾ ഒരു ഗ്ലൂ മാത്രമായിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഷിപ്പിംഗ് ചാർജൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുക. അപ്പം എന്തെങ്കിലും ഐറ്റംസിൻ്റെ ഒപ്പം വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഗ്ലിറ്റർ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഓരോ പെറ്റൽസും നമുക്ക് ഇതുവഴിയേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് മുകളിലേക്കല്ല, നമ്മളിത് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പെറ്റൽസും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളിതാ ഒരു പീസും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒട്ടിക്കുക. വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ഗ്ലൂ ഗൺ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗ്ലൂ ഗൺ എന്നോട് പിണങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എടുക്കാറില്ലല്ലോ. പിന്നെ ഗ്ലൂ ഗണ്ണിന് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് റിവ്യൂ കൊടുക്കാറില്ല. അത് കാരണം തോന്നുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല. ചെയ്തപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടുമായിരുന്നു. നമുക്ക് മറ്റേ B7000 അത്ര എനിക്ക് ഈട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും പെട്ടെന്ന് ഒട്ടും. ഇനി നമുക്കിത് 2 ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളർ പോളൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ കൊടുത്തിട്ട് നമുക്കിത് പോളൻസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ പോളൻസിൻ്റെ ആ ലീഫൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അത് പുറത്തേക്ക് കാണില്ല, എങ്കിലും അത് ഞാൻ കളഞ്ഞില്ല. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ടിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് ഇതുപോലത്തെ ഞാൻ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ലീഫ് ഗ്രീനായ കാരണമാണ് ഞാൻ ഗ്രീൻ എടുത്തത്. നമുക്ക് ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. ഇനി അതൊന്ന് അതുമ്മേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അതുമ്പോൾ ഈ നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടിക്കിനൊരു മിനുസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം അതങ്ങനെ വിട്ടുപോകും പെട്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് കിട്ടില്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്താലും മതി. അപ്പോൾ അതാ കണ്ടത് പുറത്തേക്ക് കാണില്ല, ബാക്ക് വശത്ത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് കൊടുത്താലും മതി. അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ അപ്പോൾ ടിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഡ് കളറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് തീമായിട്ട് ചെയ്യാം.
ഇതാണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റോസ് ഫ്ലവർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വീതിക്ക് കട്ട് ചെയ്താൽ മതി, ഒരുപാട് വീതിയിൽ കട്ട് ചെയ്യേണ്ട. നമുക്കിതിനെ ഒരു 3 പീസും കൂടി ആക്കി എടുക്കണം. അപ്പോൾ ഒരു വീതി ഏകദേശം ഈ ഒരു വീതിക്ക് കട്ട് ചെയ്യുക. ഇനി അതിനൊന്ന് കറക്റ്റ് 3 പീസാക്കി കൊടുക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു അറ്റം വരെ നമുക്ക് ആ പീസുകൾ കട്ട് ചെയ്ത് നിർത്താം. ഇതുപോലെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് നിർത്താം. ഇനി അടുത്ത പീസും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ മുടിയൊക്കെ മെടഞ്ഞെടുക്കണ പോലെ നമ്മൾ ഇതിനൊന്ന് മെടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിട്ട് നമുക്കിതിനൊന്ന് ചുറ്റി കൊടുത്താൽ നല്ല അടിപൊളി ഒരു റോസ് ഫ്ലവർ പോലെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. നമുക്ക് റിബൺ വച്ചും ഇതുപോലെ ചെയ്യാം. പക്ഷേ ഫെൽറ്റ് ഷീറ്റിലാണ് ഗ്ലിറ്റർ ഷീറ്റിലാണ് കുറച്ചും കൂടി ഭംഗി. കാരണം അതിന് ആ ഒരു തിളക്കമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു ഭംഗി അതാണ്. ആ 3 പീസും ഒരേ സൈസിൽ വരണം. അപ്പോൾ എൻ്റെ ഓരോ പീസ് ഒരു ഇത്തിരി വലിപ്പം എനിക്ക് തോന്നി, അപ്പോൾ ഞാനതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നമ്മുടെ മെടഞ്ഞെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് മെടഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓരോ ഇത് മെടയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പശ തേച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ 3 പീസായ കാരണം ആവശ്യമില്ല. ഇത് 2 പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പക്ഷെ അതിലും ഭംഗി 3 പീസിലാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കുക. നമ്മൾ മെടയണതിനനുസരിച്ച് അതിനൊന്ന് നേരെയാക്കി കൊടുക്കുക. അതുകൊണ്ട് വളഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നേരെയാക്കി പോവുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറുകളാണ്. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് ശരിക്കും നമുക്ക് റോസ് ഫ്ലവറൊക്കെ പോലെ തന്നെ വരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ആ 3 പീസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളത് ചുറ്റിയെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. അപ്പോൾ ആ 3 പീസൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓരോന്നുമേ നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ ടിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ നമ്മൾ ആദ്യം കോർത്ത വശം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ആ ഒരു ഇത് വിട്ടു പോകരുത്. ഇനി ആ ഒരു മൂല നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച വശം ഉള്ളിലേക്ക് പോയാലും മതി കേട്ടോ. ഞാൻ ചുറ്റിയപ്പോൾ തിരിഞ്ഞു പോയി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഒന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒട്ടിച്ച വശം ഉള്ളിലേക്കാക്കിയിട്ട് ചുറ്റി കൊടുക്കുക. അതായിരിക്കും നല്ലത്. ഞാൻ ചെയ്തപ്പോൾ അത് തെറ്റിപ്പോയി, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒട്ടിച്ച വശം ഉള്ളിലേക്ക് ചുറ്റി എടുക്കാൻ ശ്രദ്ധിക്കാം. കണ്ടത് അടിപൊളി ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലും നമുക്ക് എന്തെങ്കിലും ഞാൻ പോളൻസ് വെക്കുന്നുണ്ട്. പോളൻസ് ഫുള്ളായിട്ട് വെക്കുന്നില്ല, 2 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് തന്നെ ഒന്ന് ഷേപ്പിന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പോളൻസാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 പീസ് പോളൻസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊന്നും വെച്ചില്ലെങ്കിലും അതങ്ങനെ ഇരുന്നാലും ഭംഗിയാണ്. അപ്പോൾ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ വെക്കരുത്, 2 പീസൊക്കെ വെക്കാവൂ. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും സ്പേസേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിനൊരു ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ചിട്ട് നമ്മുടെ ടിക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇതിന് ഞാൻ ലീഫ് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഗ്രീനിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ടിക്കിൻ്റെ കളർ തന്നെ വരുമ്പോൾ കാണില്ല പുറത്തേക്ക്. ശരിക്കും ടിക്കുമ്പോൾ തന്നെ ഒട്ടിച്ച പോലെ തോന്നുള്ളൂ. അപ്പോൾ ആ ബ്ലാക്ക് കളറ് പീസൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതിലേക്ക് ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ടിക്ക് അതുപോലെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 2 ഹെയർ ബാൻഡ്, ഒരു ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കുന്ന സൈസ് അനുസരിച്ച്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ഒരു റിബൺ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിബൺ വെച്ചിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ 2 ടിക്കുകൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റോസ് ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.